വ്യാജ മതനിന്ദാ കുറ്റങ്ങളും ബലാത്സംഗങ്ങളും ക്രൂര പീഡനങ്ങളും കൊലപാതകങ്ങളും അടക്കം ന്യൂനപക്ഷങ്ങൾക്കെതിരെ പാകിസ്ഥാനിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് വളരെ ഭീകരമായ കാര്യങ്ങളാണ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിൽ വ്യാജ മതനിന്ദാ കുറ്റം ആരോപിച്ച് കത്തോലിക്ക വിശ്വാസിയും 2 കുട്ടികളുടെ മാതാവുമായ ക്രൈസ്തവ യുവതി ആൾക്കൂട്ട കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സൈവ മക്സിൽ എന്ന ഈ വീട്ടമ്മ ഖുറാന്റെ പേജുകളെ അവഹേളിച്ചു എന്നാരോപിച്ചാണ് ഇവരെ ക്രൂരമായി തല്ലിച്ചതച്ചത്. സൈവ തൻ്റെ അയൽവാസിയായ ഹൈദർക്ക് നൽകിയ ചാക്കിൻ്റെ ഉള്ളിൽ ഖുറാന്റെ പേജുകൾ ഉണ്ടായിരുന്നുവെന്നും ഇത് സൈവ മനഃപൂർവ്വമായി ഇസ്ലാമിനെ അവഹേളിച്ചതാണെന്ന് ആരോപിച്ചാണ് ഹൈദറും അദ്ദേഹം വിളിച്ചുകൂട്ടിയ ഒരു പറ്റം മത തീവ്രവാദികളും ചേർന്ന് ആ പാവം വീട്ടമ്മയെ മർദ്ദിച്ച് കൊല്ലാനാക്കിയത്. തക്ക സമയത്ത് പോലീസ് എത്തിയതിനാലാണ് ദാരുണ മരണത്തിൽ നിന്ന് സൈവ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അപ്പോൾ തന്നെ കോപാക്രാന്തരായ അക്രമകാരികൾ കണ്ണിൽ കണ്ട ക്രൈസ്തവരെയെല്ലാം ക്രൂരമായി ആക്രമിക്കുകയും പലരും പ്രാണരക്ഷാർത്ഥം വീട് വിട്ടിറങ്ങി ഓടി വയലിലും മറ്റും ഒളിച്ചിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ. കലാപകാരികളായ ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യാനുസരണം ജീവപര്യന്തം വകുപ്പ് ചുമത്തി സൈവയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഇത്തരത്തിൽ മതനിന്ദ ആരോപിച്ചുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും പാകിസ്ഥാനിൽ പെരുകുമ്പോൾ അവിടുത്തെ ഭരണകൂടം കയ്യും കെട്ടി നോക്കി നിന്ന് ഇതിനെ ക്രൂരമായി പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ ആരോപിക്കുന്നത്. അറബി ഭാഷയിൽ എഴുത്തുകളുള്ള പേപ്പറുകൾ പോലും ഒരു ക്രൈസ്തവ ന്യൂനപക്ഷക്കാരൻ്റെ സമീപത്ത് കിടന്നാൽ പോലും അത് ഖുറാന്റെ പേപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന പ്രവണത ഇപ്പോൾ പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരികയാണ്. അടുത്തിടെയാണ് തൻ്റെ ടാക്സിയുടെ അടുത്ത് ഇത്തരത്തിൽ പേപ്പർ കിടന്നെന്ന് ആരോപിച്ച് ഡെന്നീസ് ആൽബർട്ട് എന്ന കത്തോലിക്ക യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച് തടവിലാക്കിയത്. ഇതുകൂടാതെ ഭിന്നശേഷിക്കാരിയായ ക്രിസ്ത്യൻ യുവതിയെ പാകിസ്ഥാനിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ലൈംഗിക അടിമയാക്കി വിൽക്കുകയും ആ കേസിൽ നിന്ന് ഒഴിവായി കിട്ടേണ്ടതിന് ആ ക്രിസ്തീയ കുടുംബത്തെ പ്രതിയും കൂട്ടാളികളും നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നുവെന്ന വാർത്തകൾ 2 ദിവസം മുൻപ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അജ്രിൻവാല എന്ന ഗ്രാമത്തിൽ നിന്നാണ് 20 വയസ്സുകാരിയായ സൽമാ മുനീർ എന്ന ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ ഒമർ ഗോഗർ എന്ന പ്രതി പെൺകുട്ടിയെ 5 മാസങ്ങളോളം ക്രൂരമായി പീഡിപ്പിച്ചു. അതിനുശേഷം 50,000 രൂപയ്ക്ക് വേശ്യാലയത്തിന് വിൽക്കുകയും ചെയ്തു. ആ പെൺകുട്ടി താമസിക്കാതെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. തുടർന്നാണ് ഈ ഗോഗർ എന്ന പ്രതിയും കൂട്ടരും ചേർന്ന് അവളുടെ കുടുംബത്തെ നിരന്തരമായി ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഫൈസലാബാദിൽ പട്ടാപ്പകൽ കൊള്ളക്കാർ ബൈക്കിൽ പോയ ക്രിസ്ത്യൻ കുടുംബത്തെ ആക്രമിച്ച് കൊള്ളയടിക്കുകയും ആ വീട്ടമ്മയുടെ ഭർത്താവിനെയും മറ്റൊരു സ്ത്രീയെയും തോക്കിൻമുനയിൽ ബന്ദികളാക്കി വീട്ടമ്മയെ സമീപത്തെ പറമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തത്. അങ്ങേയറ്റം ക്രൂരമായ കുറ്റകൃത്യത്തിന് ശേഷം പ്രതികൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും അജ്ഞാതരെന്ന് പറയുന്ന പ്രതികൾക്കെതിരെ ലോക്കൽ പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ അവരെ പിടികൂടാൻ ആയിട്ടില്ല. ഈ ദാരുണമായ സംഭവം ക്രിസ്ത്യൻ സമൂഹത്തിലും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളിലും രോഷവും ആശങ്കയും ഉളവാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളം. എന്നാൽ അതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെ അലീന ഇമ്രാൻ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് വിവാഹം കഴിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത്. കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്കാരമായി വിവാഹം കഴിച്ചത് മുസ്ലിം യുവാവായ മുഹമ്മദ് റിസ്വാൻ എന്നയാളാണ്. ഇസ്ലാമാബാദിലെ ബഹ്റ ടൗണിൽ ഭാര്യയോടും മക്കളോടുമൊപ്പം താമസിക്കുന്ന ക്രിസ്ത്യാനിയായ ഇമ്രാൻ ബ്ലോച്ചിൻ്റെ മകളെയാണ് ക്രൂരതയ്ക്ക് ഇരയാക്കിയത് ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ. അവരുടെ അടുത്ത് ഇറച്ചി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന മുഹമ്മദ് റിസ്വാനും മറ്റു 3 പേരും ചേർന്ന് അലീനയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി സർഗോദ ജില്ലയിലേക്ക് കൊണ്ടുപോയാണ് ബലാത്കാരത്തിന് ഇരയാക്കി വിവാഹം കഴിച്ചത്. ബലാത്കാരമായി നടക്കുന്ന നിർബന്ധിത മതപരിവർത്തന കേസുകൾ പാകിസ്ഥാനിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം ലോകവ്യാപകമായി വളരെ ഗൗരവമായിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിലെ യുവതികളും പെൺകുട്ടികളും നിർബന്ധിത മതപരിവർത്തനം, തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക അതിക്രമം എന്നിവയ്ക്ക് പാകിസ്ഥാനിൽ ഇരയാകുന്നുവെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഇതിനെ ആവർത്തിച്ച് അപലപിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ബാധ്യതകൾ ഉയർത്തിപ്പിടിക്കാനും നിയമങ്ങൾ നടപ്പിലാക്കാനും UN പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലും മുന്നോട്ട് ജീവിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സംജാതമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ പെൺകുട്ടികളും വീട്ടമ്മമാരും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ.
ക്രൈസ്തവ ഹൈന്ദവ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ നിർബന്ധിത വിവാഹത്തിനും ഇസ്ലാം മതത്തിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നതും പാകിസ്ഥാനിൽ വ്യാപകമായിരിക്കുകയാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ. യേശുക്രിസ്തുവിലുള്ള തീക്ഷ്ണമായ വിശ്വാസവും ആശ്രയവും നിമിത്തം പാകിസ്ഥാനിൽ നടക്കുന്ന ഈ ക്രൂരകൃത്യങ്ങൾക്കെതിരെ പോരാടാൻ പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ സമൂഹവും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണെന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ.